നീതിന്യായ വ്യവസ്ഥയിലുള്ള പിന്നെ അവർക്കുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുത്താനുമേ ഇവനെ പോലുള്ള ചെറ്റകളായ ഈ DGP സെൻകുമാർ എന്ന് പറയുന്ന മഹാവർഗീയവാദിയാണ്. അവനെ പോലുള്ള ചെറ്റകളെയാണ് ഇവിടെ പിന്നെ DGP ആക്കിയത്. അത് UDF ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. LDFിന്റെ കാലത്തും ചെയ്തു. LDFിന്റെ കാലത്തും അതുപോലെയുള്ള വർഗീയവാദികളെ DGP ആക്കിയിട്ടുണ്ട്, കേരളത്തിലെ പോലീസിന്റെ മേധാവികളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറ്റത്തരം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ആദ്യം പുറത്താക്കുന്ന മാത്രമല്ല, ഇവനെയൊക്കെ അകത്താക്കണം. നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ ആര് തെറ്റ് ചെയ്താലും അവന് നിർബന്ധമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി അവന് ശിക്ഷ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. കേരളത്തിലെ ആയിരുന്നല്ല, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണം. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തില് 4 മുസ്ലിങ്ങളെ കൊന്നു, കൂട്ടക്കൊല ചെയ്തു. കൂട്ടക്കൊലയല്ല, ഓരോരുത്തരെ വ്യക്തിപരമായിട്ട്. ബീഹാറിലും UPയിലുമാണ് കൊന്നതിൽ ഒരു 13 വയസ്സുകാരനായ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ കൊന്നിട്ട് UPയിൽ എന്ന് പറയുന്നത് ആരെങ്കിലും ഗുണ്ടാത്തലമോ ഇങ്ങനെ ആരെങ്കിലും കൊലപാതകമോ അല്ലെങ്കിൽ അക്രമമോ കാണിച്ച് അവരെ ബുൾഡോസറായിട്ട് നിരത്തും. കാരണം ഇവർ ഈ മരിച്ച 4 പേര് മുസ്ലിങ്ങളായിട്ട് അവിടെ പിന്നെ ബുൾഡോസറും പോയില്ല, ഒന്നും പോയില്ല, കുറ്റവാളികൾ സുഖമായിട്ട് നടക്കും. വേണമെങ്കിൽ പേരിന് വേണ്ടി ഒരു അറസ്റ്റ് നടത്തും, അത് കഴിഞ്ഞ് അവർ വിടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ നടക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഈ ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത്. എന്തായാലും ശരി, ജിം സന്തോഷിനെ കൊന്ന ഈ പിന്നെ നമ്മുടെ അലുവ അതുലിനെ എന്തായാലും ശരി മൃഗീയമായി കൊലപ്പെടുത്തി. നമ്മൾ മനസ്സിലാക്കണം, ആ വാളെടുത്തവൻ വാളാൽ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ഈ ഏത് ഗുണ്ടയും ശരി അവസാനം ഇങ്ങനെ തന്നെയാണ് മരിക്കുന്നത്. ആ മരണം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇവനെല്ലാം മരിക്കാൻ വേണം, റോഡിൽ കിടന്ന് മരിക്കണം. കാരണം എത്ര പേരെ കൊലപാതകം നടത്തി ഇവനെല്ലാം പൈസയ്ക്ക് വേണ്ടിയും വേറെന്തെങ്കിലും ആളുകളുടെ പ്രീതിക്ക് വേണ്ടിയും ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത് നമ്മൾ മനസ്സിലാക്കണം. മൃഗങ്ങളെ കൊല്ലുന്നത് പോലെയല്ല മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യ രക്തം, മനുഷ്യ ജീവൻ, ഒരു മാതാപിതാക്കളുടെ മക്കളാണത്, സഹോദരനാണ്, അതായത് ഭാര്യയുടെ ഭർത്താവാണ്, മക്കളുടെ തന്തയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റവാളികളെ നിർബന്ധമായിട്ടും ശരിയായ ശിക്ഷ നല്ലതുപോലെ വിചാരണ ചെയ്ത് ഇവനൊക്കെ വേണ്ടി ജാമ്യം എടുക്കാൻ നടക്കുന്ന അഡ്വക്കേറ്റുമാരുണ്ട്, വക്കീലന്മാരുണ്ട്. അവർക്ക് അവരുടെ ജീവിതമാണ് പ്രശ്നം. അവർക്ക് പൈസ കിട്ടിയാൽ മതി, അവർ ആരെ വേണമെങ്കിലും പിന്നെ ജാമ്യത്തിൽ എടുക്കാൻ പോകും, അവർക്ക് വേണ്ടി കേസ് വാദിക്കും, എന്ത് കള്ളവും പറയും, എന്ത് ചെറ്റത്തരവും കാണിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിലെ ഈ വിഷജന്തുക്കളെ